ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. ഫിലിപ്പാണ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ഒരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡെമോ റീൽസിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ഗൈസ്, സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. അപ്പോൾ തുടങ്ങാം. അപ്ലൈയിങ് ഫ്രം ഫിലിം ഓർ VFX. നിങ്ങളൊരു അനിമേറ്ററാണ്, പക്ഷേ ഗെയിംസിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെല്ലുന്ന വീഡിയോ ഗെയിംസോ അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡിയോസിൽ വർക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവരുടെ വർക്ക്സുമായിട്ട്, അവരുടെ മീഡിയവുമായിട്ട് കംഫർട്ടബിൾ ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള പ്രൂഫ്സ് നിങ്ങളുടെ വർക്ക്സ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കണം. VFXനും ഫിലിം ഫീൽഡിലും വർക്ക് ചെയ്തതാണെങ്കിൽ കൂടി ഗെയിംസിന് വേണ്ടി നിങ്ങൾ കംഫർട്ടബിൾ ആണ്, സ്യൂട്ടബിൾ ആണ് എന്ന് കാണുന്ന രീതിയിലുള്ള, എന്ന് തോന്നുന്ന രീതിയിലുള്ള വർക്ക്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നർത്ഥം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം, കുറേ പേഴ്സണൽ വർക്ക്സ് ഗെയിം അനിമേഷൻ സ്കിൽസുമായിട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ വർക്ക്സ് നിങ്ങൾ ചെയ്യണം. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിൻ്റെ എക്സ്പീരിയൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഗെയിം എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ VFX ഫീൽഡിൽ നിന്നാണെങ്കിലും ഫിലിം ഫീൽഡിൽ നിന്നാണെങ്കിലും വരുന്നത്, ഗെയിമിംഗ് ഫീൽഡിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു നല്ലൊരു പിക്ചർ ഇൻ്റർവ്യൂ ബോർഡിന് കൊടുക്കാൻ പറ്റും. ദാറ്റ് യു ആർ കംഫർട്ടബിൾ, യു ആർ സ്യൂട്ടബിൾ ഫോർ ഗെയിമിംഗ് ഇൻഡസ്ട്രി, ഈവൻ ഇഫ് യു ആർ കമ്മിങ് ഫ്രം VFX ഓർ ഫിലിം ഫീൽഡ്. ഓക്കെ, ഇനി പ്രസൻറ്റേഷൻ ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ അതിലാദ്യമായിട്ട് ചെയ്യേണ്ടത്, മേക്ക് യു റീൽ ഈസി ടു ഫൈൻഡ്. എന്ന് വെച്ചാൽ, നിങ്ങളുടെ റീൽ, ഡെമോ റീൽ അല്ലെങ്കിൽ ഷോ റീൽ വർക്ക്സിൻ്റേത് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വെബ്സൈറ്റോ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ ലിങ്കോ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്ന ലിങ്ക്സ് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഇൻ്റർവ്യൂ ബോർഡിനോ അല്ലെങ്കിൽ സ്റ്റുഡിയോസിനോ ഒക്കെ ആക്സസ് ചെയ്യാൻ നേരത്ത് പ്രശ്നമൊന്നും ഉണ്ടാവാതെ നല്ല ഭംഗിയായിട്ട് അത് ആക്സസ് ചെയ്ത് നിങ്ങളുടെ വർക്ക്സ് കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. മനസ്സിലായല്ലോ? നിങ്ങളുടെ ഡെമോ റീൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡെമോ റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. നിങ്ങളുടെ വർക്ക്സ് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് എടുക്കുന്നത്. അതിൻ്റെ പേരാണ് ഡെമോ റീൽ. സോ നിങ്ങളുടെ ഡെമോ റീലിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നെയിം, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ഡീറ്റെയിൽസ് അത് നിങ്ങളുടെ സ്ക്രീനിൽ കുറച്ച് ഒരു ഫ്യൂ സെക്കൻഡ്സിലേക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ, ലൈക്ക് ഓപ്പൺ ചെയ്യുന്ന ആളിന് ആദ്യം തന്നെ അത് നോട്ടീസ് ചെയ്യാൻ കുറച്ച് നേരം കിട്ടുന്ന പോലെ കുറച്ച് സെക്കൻഡ്സ് കാണുന്ന രീതിയിൽ, ഒരു മിനിറ്റൊന്നും വേണ്ട, ഒരു ഫ്യൂ സെക്കൻഡ്സ് കാണുന്ന രീതിയിൽ അവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആ ഒരു ടൈം കൊടുത്തുകൊണ്ട് അവിടെ എക്സിബിറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും മേളിലായിട്ട് അനിമേറ്റർ നെയിം അല്ലെങ്കിൽ വാട്ട് എവർ ആർട്ടിസ്റ്റ് യു ആർ, അപ്പോൾ ആ ഒരു ആളിൻ്റെ പേര്. ഓക്കെ, അതിന് താഴെയായിട്ട് അതാ ഇവിടെ കാണുന്ന പോലെ തന്നെ എന്താണ് ആ ഫീൽഡിൻ്റെ ഇയാളുടെ എക്സ്പെർട്ടീസ്. ചിലപ്പോൾ 3D അനിമേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടർ അനിമേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 3D മോഡലർ ആയിരിക്കും, ക്യാരക്ടർ മോഡലർ അല്ലെങ്കിൽ വെഹിക്കിൾ മോഡലർ, ടെക്സ്ചറിങ് ആർട്ടിസ്റ്റ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആളിൻ്റെ പേര്, ആളിൻ്റെ എക്സ്പെർട്ടീസ്, ഏത് ഫീൽഡിലാണെന്നുള്ളതിൻ്റെ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്ന പേര്, പിന്നെ ഏത് ഇയറിലാണ്, അത് ഓർക്കണം കേട്ടോ. ഏത് ഇയറിൽ ആണ് നിങ്ങൾ ഈ ഡെമോ റീൽ ചെയ്യുന്നത്, ആ ഇയർ അവിടെ മെൻഷൻ ചെയ്യണം. മനസ്സിലായോ? എന്ന് വെച്ചാൽ അത് മനസ്സിലാകുമ്പോൾ, ആ ഇയർ കാണുമ്പം അവർക്ക് പിടികിട്ടും നിങ്ങൾ അപ് ടു ഡേറ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം പിടികിട്ടും. അത് നിങ്ങൾക്കുള്ളൊരു പാരയാണ്, പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് പഴയതല്ല പുതിയതാണെന്ന് അവർക്കൊരു ഉറപ്പിക്കാൻ. നിങ്ങളുടേത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണെങ്കിൽ, ഈ വർഷം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ ആ വർഷത്തിൻ്റെ ആ ഒരു മെൻഷനിങ് അവിടെ തന്നെ ആ ഒരു ഡെമോ റീലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഡെമോ റീൽ ഈസ് അപ് ടു ഡേറ്റ്. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് സൂക്ഷിച്ചോണം. പിന്നെ ഒരിക്കലും മറക്കാതിരിക്കുക കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫോൺ നമ്പർ കൊടുക്കാം, മെയിൽ ID കൊടുക്കാം, അങ്ങനെ. ഓക്കെ, ഇനി പറയാനുള്ളത്, നമ്മുടെ റീല് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആക്കി വെക്കുക. വളരെ ചെറുതായിരിക്കണം, പക്ഷേ അതുപോലെ തന്നെ കാണുമ്പം അത്ര ഇംപ്രസീവും ഇമ്പാക്റ്റ്ഫുള്ളുമായിട്ട് ഉള്ള ഒരു ഡെമോ റീലായിരിക്കണം. മാക്സിമം അത് ഒരു 2 മിനിറ്റോ അതിന് താഴെയോ തൊട്ട് താഴെയോ നിൽക്കുന്ന പോലത്തെ ഉള്ള ഡ്യൂറേഷനിലുള്ള ഒരു വീഡിയോ ആയിരിക്കണം നിങ്ങളുടെ ഡെമോ റീൽ. കാരണം 2 മിനിറ്റിന് മേലോട്ട് 3 മിനിറ്റോ 4 മിനിറ്റോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നോർമൽ വർക്ക്സോ അല്ലെങ്കിൽ വീക്കറായിട്ടുള്ള വർക്ക്സോ ഒക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഇംപ്രഷൻ തരും. അതേസമയം 2 മിനിറ്റോ അതിന് താഴെയുള്ള നല്ല കില്ലർ വർക്ക്സ് ഉണ്ടെങ്കിൽ, അടിപൊളി വർക്ക്സ് ഉണ്ടെങ്കിൽ, അത് ചെയ്യുന്ന മീൻസ് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഇൻ്റർവ്യൂ ബോർഡിനോ അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സ്റ്റുഡിയോസിനോ അത് നിങ്ങളിലൂടെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്ന രീതിയിൽ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളൊരു പോയിന്റ്, സ്റ്റാർട്ട് സ്ട്രോങ് ആൻഡ് ഫിനിഷ് സ്ട്രോങ്.
എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡെമോ റീലിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഷോട്ട്, ഏറ്റവും ബെസ്റ്റ് വർക്ക് ആയിരിക്കണം ആദ്യം വെക്കേണ്ടത്. ആദ്യം അവർ നിങ്ങളുടെ വീഡിയോ ഡെമോ റീൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണേണ്ടത് നിങ്ങളുടെ ടോട്ടൽ വർക്ക്സിൽ ഏറ്റവും ബെസ്റ്റ് വർക്ക് വേണം ഡെമോ റീലിൽ ആദ്യം ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അവർ കാണാൻ. ഓക്കെ, അതുപോലെ തന്നെ ആ വീഡിയോയുടെ ഡെമോ റീൽ വീഡിയോയുടെ എൻഡ് ആകുമ്പോൾ നിങ്ങളുടെ സെക്കൻഡ് വെരി ബെസ്റ്റ് ഷോട്ട് ആയിരിക്കണം അവിടെ പ്ലേസ് ചെയ്യാൻ. ഈ രണ്ട് ഫസ്റ്റും സെക്കൻഡും വർക്ക്സിൻ്റെ ഇടയ്ക്കായിരിക്കണം ബാക്കി നോർമൽ വർക്ക്സ് വരാനായിട്ട്. മനസ്സിലായില്ലേ? ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു നല്ലൊരു ഇമ്പാക്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോ കഴിയാറാകുമ്പോൾ, നിങ്ങളുടെ ഡെമോ റീൽ കണ്ട് കഴിയാറാകുമ്പോൾ വീണ്ടും അവർക്കൊരു നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്ന പോലെ ഓ വാവ് എന്ന് പറയണം അവർ എന്ന രീതിയിൽ വേണം വർക്ക്സ് പ്ലേസ് ചെയ്യാനായിട്ട് ആ ഡെമോ റീലിൽ. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വളരെ പ്രധാനപ്പെട്ട ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഡെമോ റീലാണ് നിങ്ങളുടെയും ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്റ്റുഡിയോയുടെയും ഇൻ ബിറ്റ്വീനുള്ള ഒരു മാധ്യമം, ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ നിങ്ങളെക്കുറിച്ചുള്ളത്. നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എത്ര എക്സ്പേർട്ടാണെന്നും നിങ്ങൾ ആ ഒരു ടീമിന് വേണ്ടി, ആ ഒരു സ്റ്റുഡിയോയ്ക്ക് എത്ര ഹെൽപ്ഫുൾ ആകും ഇൻ ഫ്യൂച്ചർ എന്നും ഇഫ് ദേ ടേക്ക് യു. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ അവർക്ക് ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജിയിലൂടെ പോയി നല്ലൊരു ഡെമോ റീൽ പ്രിപ്പയർ ചെയ്ത് അവർക്ക് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ ഗൈസ്, സോ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ പോർട്ട്ഫോളിയോ ചെയ്യാത്തവരെല്ലാം നല്ലപോലെ പോർട്ട്ഫോളിയോ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. ന്യൂ ജോബ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള എല്ലാ ആസ്പിറൻസിനും ഫോർ ദ ആനിമേഷൻ ഇൻഡസ്ട്രി വെൽക്കം അബൌട്ട്.